ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് ഗ്രാജുവേഷൻ ഡേക്ക് വന്നേക്കാണ്. ഞങ്ങളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടോ ഗൈസ്? അതെ, ടീച്ചറും കുട്ടിയും. അതെ, ടീച്ചറും അപ്പോൾ ഞങ്ങൾ തളച്ചിള പോലെയാണ് ഇരിക്കണം ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ സാരിയാണ് ഗ്രാജുവേഷൻ ഡേക്ക് എടുക്കാമെന്നാണ് ഒരു നിഗമനം. അതുകൊണ്ട് പിന്നെ ഫാനില്ല ഗൈസ്, ഇന്ന് ഫാനിൽ ലേറ്റ് ആവും, അവൾക്ക് പനിയും വയ്യായാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുള്ളൂ രാവിലത്തെ വ്ളോഗ് എടുക്കാനെന്ന്. അപ്പോൾ ബാക്കി എല്ലാവരും വന്നിട്ട് കാണിക്കാം. ബൈ ബൈ. അവളുടെ കോസ്റ്റ്യൂം നോക്കൂ. എല്ലാവരും കോസ്റ്റ്യൂം എല്ലാരും വരണം. അന്നപ്പുറത്തേക്ക് വെളുപ്പില്ല. ഇങ്ങനെ പിടിക്ക്. കുറച്ച് മുമ്പ് റെഡി ആയിട്ടൊന്നാണ്. അപ്പൊ ഗൈസ്, എന്നെ ഇവിടെ എല്ലാരും തള്ള വൈബുണ്ടെന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു വിട്ടു. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നെ മാത്രല്ല എല്ലാരും ആക്ഷേപിച്ചു. അതുകൊണ്ട് പിന്നെ എന്നെ ആക്ഷേപിച്ചിട്ടില്ല, പക്ഷെ ഞാൻ സ്വയം ആക്ഷേപിക്കുന്നു. സ്വയം അതിന് വേണം ഗൈസ് ഒരു പറയണ മുന്നേ സ്വയം അങ്ങനെ പറയാ. പിന്നെ ഈ കുട്ടി കുറെ നേരമായി തട്ട. ഈ കുട്ടിയാണ് എന്നെ ആക്ഷേപിച്ചത്. ഈ കുട്ടി എന്നിട്ട് ഒരു മേനില്ല, പട്ടി വെള്ളം കുടിക്കൂല കണ്ട കുശുമാണ്. അല്ല ഗൈസ്, സത്യോട് പറഞ്ഞ ഇപ്പൊ തള്ള വൈബായില്ലേടി? നേരത്തെ റിസൾട്ടായ ഞങ്ങളത് പ്ലേറ്റ് എടുത്തോണ്ടാണ്. അതൊരു തള്ള വൈബാന്ന് പറഞ്ഞപ്പോ കരിമശി കണ്ണുണ്ട്. എന്തോ കൊണ്ടിട്ടുണ്ടല്ലോ തിന്നാനാണോ? തീറ്റ 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 800 രൂപ വെറുതല്ലാന്ന് ഗൈസ്. ഞങ്ങളുടെ കോളേജുകാർ പണി കാണിച്ചു. ഞങ്ങളുടെ അപ്പനെ അമ്മേനെ വിളിക്കാനുള്ള ഇത് തന്നിട്ടില്ല. ഭയങ്കര മോശമായി പോയി. ഇതിന് പ്രതികരിക്കായിരുന്നു, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ സ്നാക്സ് വാങ്ങാം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, പൈസ കൊടുക്കുക, ക്യാപ് ആൻഡ് ഗൗൺ കിട്ടും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ക്യാപ് ആൻഡ് ഗൗൺ കിട്ടും, സുന്ദരികളായിട്ട് നിൽക്കാം. ഫോട്ടോ എടുക്കാൻ ഇപ്പോൾ ഒരു കാരണവശാലും പുറത്തേക്ക് പോകരുത്. ഇവിടുന്ന് നേരെ ലൈനപ്പായി നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറണം. സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. എന്തോ കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. വലിക്ക് ഉള്ളി കയറ്റി നിങ്ങളുടെ ഏക്കാര് അവിടെ ലൈനപ്പാവണം. ഓക്കെ, ഒരു ഗസ് അടിക്കണം. ഈ കമ്മലിന് ഒരുമിച്ച് എത്ര പൈസ? നീ പറ. ഞാൻ പറയാം. 650. 100 രൂപ. ക്യൂ ആണ്. കിട്ടിയിട്ടുണ്ട്. പിന്നെ ജ്യൂസും സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തുണിയും കിട്ടി, പഫും കിട്ടി, എല്ലാം കിട്ടി. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ്. ഞങ്ങളുടെ സ്നാക്സ് നിങ്ങളാരും കാണാതെ പോയിരുന്നു ഗൈസ്. എനിക്ക് കോട്ട് ഡിസൈൻ നന്നായി, ഡിസൈൻ നന്നായി. ഈ സാധനം അതെങ്ങനെയാ വരാ? മോളെ എന്തോ അലങ്കോലുണ്ടാ? എന്താ ചെയ്യാ? ഈ സാധനം ഇട്ട് കഴിഞ്ഞിട്ടാണോ ബ്ലാക്ക് ഇടണ്ട്? അങ്ങനെയാണോ? അല്ലല്ലോ, അവളങ്ങനെയല്ല.
അപ്പൊ സാരി കാണുമ്പോൾ അതേത് അത് കല്യാണല്ലേ നീ എന്താ മാറാത്ത സ്വയം വെക്കണ തൊപ്പിയിടൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ അളിയൻ തൊപ്പിട്ടെടുക്കണ തൊപ്പിട് ഇട്ട് തൊപ്പി ഞാൻ തുറന്നിട്ടുണ്ട്. തൊപ്പിടൽ ചടങ്ങാണ് ഗൈസ്. അപ്പൊ കഴിഞ്ഞു. ഇനി അമ്മായിക്ക് ആ തൊപ്പിടട്ടെ. എന്റെ നോക്കി അച്ഛനക്ക് തോന്നലായിരിക്കും. അപ്പൊ അടുത്ത അമ്മായിക്ക് ഇടൽ ചടങ്ങാണ്. ഇടി പപ്സ് കഴിക്കാൻ പുറത്തോണ്ടേ കുടി. അപ്പൊ എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ്. അമ്മയുടെ തൊപ്പിടുന്ന കഴിയോ മിഷൻ അക്കംപ്ലിഷ്ഡ്. ഇനി ഓഫീസിലെ അൺഎംപ്ലോയിഡ്. അയ്യോ അതെ കാർത്തുവാണ് അടുത്തത്. അടുത്തതായിരുന്നു ചിന്തിച്ച് തല വിളിക്കുന്നത്. നീ എന്തിനാ ഓവർ വെക്കണ? ലേറ്റ് ആയി വന്നത് പോലെ ഇത്ര ഓവർ പട്ടി ഷോപ്പ് കാണോ തുടങ്ങി. അതെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ലല്ലോ തിട്ട്. അപർണ ഡെൽമി അപർണ ഞങ്ങൾ എന്ത് വേണം ഉറപ്പല്ലേ? ഇല്ല നാണില്ല. ഉളുപ്പ് വേണം, വിരക്കുളുപ്പ് വേണം. കുറച്ചു നേരം വൈകി വരാം. ശരിക്കും പറയണ്ട ഒരു പനിയില് 102 0-1 നടക്കണം. ആടി പാവം അവരുടെ അതൻ എന്നെ ഊക്കി വിട്ട് ബസ് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടിയാണ് കൊണ്ടുവരുന്നത്. ഒരു സാധനൊക്കെ എന്തെന്ത് 800 രൂപയുടെ മുതലാ സൂക്ഷിച്ചു കണ്ടു പേര് പറയും. ആ പറയാ ഏത് കടയിൽ മേടിച്ചു പറയാ. പാന വിളിക്കണ്ട്. പനിയാണ് ഗായ്സ്. ഞാൻ ക്യൂ നിൽക്കാണ് ഗായ്സ്. ജ്യൂസ് ഒന്നും കഴിക്കണ്ട. അപ്പൊ ഞാൻ എന്താ ഇത് ഞാൻ എനിക്ക് തരുന്ന കഴിഞ്ഞൊരു ഭാഗത്തേക്ക് വാ. എനിക്ക് ഭ്രാന്ത്
എനിക്ക് ചൂടെടുക്കണ് നല്ല മേക്കപ്പ് പോയി എല്ലാം പോയി ഇവിടെ എന്തെങ്കിലും അലമ്പുണ്ടോ ഒന്ന് തിരിച്ചു കാണിച്ചത് അങ്ങനെ എന്നെ കാണിച്ചത് മറ്റേ ഫ്രണ്ട് തിരിച്ചു കാണിച്ചു ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് ഈ എന്താണ് റെഡി ആയിരിക്കുകയാണ് ഉറക്കറച്ചിടക്കണമെന്നുണ്ട് പക്ഷെ വയ്യ എന്നാലും ഞാൻ നിനക്ക് ശബ്ദമാകെ ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്ലില്ലാണ്ട് പാസ്സായത് ഈ ഒറ്റ നിമിഷത്തേക്ക് വേണ്ടിയാണ് ആകാശം കാണല്ലേ ആരോടും മിണ്ടല്ലേ. സപ്ലില്ലാണ്ട് 3 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ അധ്വാനമാണ് ഗ്രാജുവേഷൻ ഡേ. സബ്ജക്ട് ഏതാ ചോദിക്കണ്ട, നിങ്ങൾ ഞങ്ങളെ നോക്കും. അലൗഡ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ കോളേജിൽ മാത്രമുള്ള റൂൾസ് വേറെ ഞങ്ങളുടെ പൈസ അപ്പൊ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തോളാം. പക്ഷെ നമ്മുടെ ഞാൻ കുറ്റം പറയണത് വെച്ചതാ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരാളുടെ ബിഹേവിയർ. പക്ഷെ ഞാൻ പറയുന്നില്ല. അമ്മേ എന്റെയാണോ പനിക്കാരിനെ കാണിച്ചു തരാം ഗൈസ്. ഫോണല്ല അവിടെ അല്ല എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ഫോൺ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഈ ഫോൺ പിടിച്ചുകൊണ്ട് പോകും, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഗൈസ് ഏത് നിമിഷം ഞങ്ങളുടെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാം. കാരണം ഞങ്ങൾക്ക് ഈ ഫോൺ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്ക് പൈസ കൊടുക്കാൻ. അപ്പോൾ ഏത് നിമിഷവും ഈ വീഡിയോ കട്ടാകും. ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് സ്വാതി. അപ്പോൾ തുടങ്ങി ഗൈസ് പരിപാടികളൊക്കെ. ഫിസിക്സ് അപ്പോൾ മോളെ പ്രതികരണം ആദ്യത്തെ സ്റ്റുഡൻ്റ് ഫിസിക്സിന് അവിടെ നമ്മൾ 2 പേര് വരണം. അതിനെ പറയുകയാണെങ്കിൽ അപ്പുറത്തോടെ പറയാം. വൈഷ്ണവി മരിയ റോയ്, ദേവിക ദിലീപ്, ആർദ്ര പി ജെ, രഞ്ജിത പി ആർ, ചന്ദന പി എസ്. അപ്പോൾ ഇവിടെ മറ്റേ സർവ്വന് നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ഷോക്കാണ്. എന്തോരം നേരം ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ചിരിക്കണം ഗൈസ്. ഞങ്ങൾ തൊപ്പിയൊക്കെ ഗ്ലാസ് വലിച്ചൂരികളൊക്കെ ഭയങ്കര ചൂട് ഗൈസ്. 800 രൂപ മേടിച്ചിട്ട് അവർ ഞങ്ങൾക്ക് തന്നത് കണ്ട. സൂചി കുത്തിയത് കഴിഞ്ഞ ചേർത്ത് കൂട്ട് തന്നിക്കില്ല ഗൈസ്. അയ്യോ. അപ്പോൾ ഗൈസ് കുറേ നേരം ഇനിയുമുണ്ട്. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒളിച്ചും പാത്ത് എടുക്കണത്. ഓക്കെ സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തൊപ്പിയേറിയ ചടങ്ങൊക്കെ ഉണ്ടായി. ഞാൻ ഈ വീഡിയോടൊപ്പം ആഡാക്കാം. ഞങ്ങളുടെ മിസ് കരഞ്ഞു അതും ആഡാക്കാം. പാവം.
ഞങ്ങൾക്കൊക്കെ ഫീലായി. ഞങ്ങൾ ഈ ഇതാണ് ഞങ്ങൾ മൂന്നംഗ സംഘം. മറി മറി മഴയടിച്ച മനസ്സുക്കുള്ള കൊട പിടിച്ച കാൽകൾ ആച്ച് കൈകൾ നൂറാച്ച് എന്നാച്ച് ഏതാച്ച് ഏതേതോ ആയാച്ച് കുടിക പോട കട്ട്. അങ്ങനെ സെന്റ് ജോസഫിനോട് ഞങ്ങൾ വിട പറയുകയാണ്. മെല്ലെ നീ വായ നിന്നും നിന്മാനസം. ഇനി മഴക്കാലം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ഞങ്ങൾ ഇവിടെ വിട്ട് പോവുകയാണ്. ഞങ്ങൾ തന്നെ ഇനി ഇടയ്ക്ക് കണ്ടുകൂട്ടാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ലാസ്റ്റ് ബോയ്സ്. ലാസ്റ്റ് ടൈം എന്നും പറയും അറിയിലെടുക്കണം. പനിയാണ് ഗൈസ്. എത്ര വട്ടം പറയണേന്നറിയോ? സുഖക്കുറവൊന്നുമില്ല, ഫുള്ള് പറയാനുള്ളത് ഫനക്ക് പനി അല്ലേ? കണ്ടന്റ് മെയിൻ പനി. എത്ര തമ്മിൽ ഞാനിങ്ങനെ നിക്കുന്നുട്ടാ, ഞാനിങ്ങനെ നിക്കുന്നു. അല്ല ഇന്ന് ഇന്നെന്തായാലും പനിയില്ലാത്തവർക്ക് നാളെ എന്തായാലും പനി ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. നീ മാത്രം അനറ്റ് എല്ലാവർക്കും ഞാൻ എന്റെ 150 രൂപ. എന്റെ വീട്ടിൽ പറയും ഫല പനി തന്നു. അല്ലാണ്ട് ഡാൻസ് കളിച്ചിട്ടല്ല മഴയത്ത്. അതാ വിളിട്ട അമ്മ. അത് നന്ദു മാത്രമാണ്. അതിന്റെ വീഡിയോ നന്ദു പിന്നെ വരാത്തെ എടീ 50,000 അതിനിപ്പോ എന്താ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്തേ യെസ് ഗൈസ് നന്ദു കാരണം നീ ചോട്ടാ എടി അവിടെ എനിക്ക് ഫ്രീ ആയിട്ട് യെസ് ഞാൻ തരുന്നതായിരിക്കും എന്ത് പറയുമ്പോൾ അങ്ങോട്ട് എത്തണല്ലോ ഇപ്പൊ. നവംബറിലെ കല്യാണം ഇതിന്റെ മറ്റേ മംഗല്യം This is for you. നബീലിക്കയുടെ ജീവിതം ഗോവിന്ദ. അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല. ഫന ഇവിടെ മാത്രം ഇരിക്കണം. നിങ്ങക്ക് വല്ല വിചാരം അവിടെ അങ്ങനെ ഇരുന്നേ. മറ്റേ മിന്നൽ പൊരിട്ട പാട്ടിടം. ഗൈസ് ഞങ്ങൾ ടോവിനോ തോമസിന്റെ ഭാര്യനെ കണ്ടിട്ട് 3 കൊല്ലം പഠിച്ചിട്ട് ടോവിനോ തോമസിന്റെ കാണാണെങ്കിൽ കൺഗ്രാജുലേഷൻ. പിന്നെന്താ പറയാ വന്നേ? പിന്നെ ടോവിനോട് ഞങ്ങൾ സ്റ്റാൻഡിലെത്താറായി. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കൂടെ ഇനി ഇടയ്ക്കിടയ്ക്ക് പാട്ടിപ്പോ പറഞ്ഞോ വേണ്ട. അപ്പൊ ഗൈസ് ഞാനൊന്ന് തുമ്മിയാൽ ഇവർക്കൊക്കെ പനി വരുന്നത്. അല്ലെങ്കിലും പനി വരും. എന്റെ പടി നിനക്കല്ലെങ്കിൽ വരും, തുമ്മണ്ട ആവശ്യമൊന്നുമില്ല. നനഞ്ഞിരിക്കുന്ന എനിക്ക് ചൂട്. ഞങ്ങൾ 3 പേര് കൊടയില് വരായിരുന്നു. ഞങ്ങള് 3 പേരും കൊടയില് വരായിരുന്നു. കുറച്ചേരം കഴിഞ്ഞ പൊരുത്തിണ്ട് ഓടുന്നു. അതല്ലേ പറഞ്ഞു. ഞങ്ങളുടെ പ്രിയ എന്ന് പറഞ്ഞ കണ്ട് ഇവിടാണ് ഗൈസ്. അവിടെ നിന്നാണ് ഞങ്ങൾ മുന്തിരി ജ്യൂസ് 40 രൂപ അവര് കാശ് കൂട്ടി തന്നാലും ഇറങ്ങി പോവാൻ ഗൈസ് ഇറങ്ങി പോവാൻ പറയണ. ബൈ 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 ബൈ. അടുത്ത വീഡിയോ